പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനത്തെ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു. നമ്മളുടെ ഈ വിഷയത്തിന്റെ അവസാനത്തെ ക്ലാസ് ആണ് ഇത്. ഇത്രത്തോളം വരുവാനായ ദൈവം നമ്മെ സഹായിച്ചു. എല്ലാവർക്കും കർത്താവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനവും എനിക്ക് ഈ അവസരം നൽകിയ പ്രിയ SBS പത്തനംതിട്ട സെന്ററിനുള്ള നന്ദിയും അറിയിക്കുന്നു. ദൈവം എല്ലാ പ്രിയപ്പെട്ടവരെയും ധാരാളമായി സഹായിക്കട്ടെ. കർത്താവിന്റെ വയലിൽ നമുക്ക് അധ്വാനിക്കുവാൻ, കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുവാൻ, പ്രത്യാശയോടെ ആയിരിക്കാൻ നമ്മുടെ ഈ പഠനം ഒരു മുഖാന്തരമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടെ എല്ലാവർക്കും ദൈവനാമത്തിലുള്ള നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിലേക്ക് ദൈവനാമത്തിൽ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വിഷയം എന്ന് പറയുമ്പോൾ നമ്മൾ പ്രധാനമായി ഒരു വാക്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ ചിന്ത മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നത്. അത് യോഹന്നാൻ എഴുതിയ 1-ാമത്തെ ലേഖനം 3-ാമത്തെ അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യമാണ്. യോഹന്നാൻ എഴുതിയ 1-ാമത്തെ ലേഖനം 3-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കൾ ആകുന്നു. നാം ഇന്നതാകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാർ ആകും എന്ന് നാം അറിയുന്നു. ഈ വാക്യത്തിന്റെ ഇന്ന് നാം ചിന്തിക്കുവാനായിട്ട് പോകുന്ന ഭാഗം എന്ന് പറയുന്നത് അവനോട് സദൃശന്മാരാകും എന്ന് പറയുന്ന ആ ഒരു വാചകത്തെ ആണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിൽ സംഭവിക്കുന്ന ഒരു വസ്തുതയെക്കുറിച്ചാണ്, ഒരു മാറ്റത്തെക്കുറിച്ചാണ് നമുക്ക് ഈ വാക്യത്തിൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്ന കാര്യം. നാം ഇപ്പോൾ ആരാണ് എന്ന് ഈ വാക്യം പറയുന്നുണ്ട്. നാം ഇപ്പോൾ ചെയ്യേണ്ട കാര്യം എന്താണ് എന്ന് ഈ വാക്യം പറയുന്നുണ്ട്. നാം ഭാവിയിൽ എന്തായി തീരും എന്ന് ഈ വാക്യം പറയുകയാണ്. അങ്ങനെ ഭാവിയിൽ എന്തായി തീരും എന്ന് പറയുന്ന അവസരത്തിൽ പറയുന്ന വാചകമാണ് അവനോട് സദൃശ്യന്മാർ ആകും എന്നുള്ളത്. മറ്റൊരു പരിഭാഷയ്ക്കകത്ത് കൊടുത്തിരിക്കുന്നത് നാം അവിടുത്തെ പോലെ ആകും എന്നാണ്. അപ്പൊ അവനോട് സദൃശ്യന്മാരാകും എന്നുള്ളതാണ് ഈ വാക്യത്തിനകത്തെ പരാമർശം. നമ്മൾ ഇനി അതിന്റെ ആ മെയിൻ സെന്റൻസ് മാത്രം എടുത്ത് നോക്കിയാൽ നമ്മൾ ഉപയോഗിക്കുന്ന സത്യവേദ പുസ്തകത്തിനകത്ത് യേശുവിനോട് സദൃശ്യന്മാരാകും എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പുതിയ പരിഭാഷയിൽ യേശുവിനെ പോലെയാകും എന്ന ആശയമാണ് നൽകിയിട്ടുള്ളത്. ഇനി ഇംഗ്ലീഷ് പരിഭാഷയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് പരിഭാഷയിൽ വി വിൽ ബി ലൈക്ക് ഹിം, വി വിൽ ബി ലൈക്ക് ജീസസ് എന്ന ആശയമാണ് ആ വാക്യത്തിനകത്ത് നൽകുന്നത്. നമ്മൾ അതിന്റെ ഒറിജിനൽ ഭാഷയിലേക്ക്, മൂലഭാഷയിലേക്ക് പോയാൽ ആ ഉപയോഗിച്ചിരിക്കുന്ന വാക്കിന്റെ അർത്ഥം സിമിലർ ഇൻ അപ്പിയറൻസ് ഓർ ഇൻ ക്യാരക്ടർ, സ്വഭാവത്തിലോ ആകൃതിയിലോ ഉള്ള സാമ്യം എന്നാണ് ഹോമോയ് എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഗ്രീക്കിൽ അർത്ഥമാക്കുന്ന കാര്യം. ഓക്കെ, അപ്പോൾ സിമിലർ ഇൻ അപ്പിയറൻസ് ഓർ ഇൻ ക്യാരക്ടർ, സ്വഭാവത്തിലോ ആകൃതിയിലോ ഉള്ള ഒരു സാമ്യത്തെ കാണിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണ് യേശുവിനെ പോലെ ആകും എന്ന് പരിഭാഷപ്പെടുത്തിയിരിക്കുന്ന വാക്കിന് ഉള്ളത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ നമുക്കൊരു സംശയം ഉണ്ടാകുക ഇങ്ങനെയാണ്: അങ്ങനെയാണെങ്കിൽ നമ്മൾ രൂപത്തിലാണോ സ്വഭാവത്തിലാണോ യേശുവിനെ പോലെ ആകുന്നത് എന്ന് നമുക്ക് ഒരു സംശയം തോന്നാനുള്ള സാധ്യതയുണ്ട്. നോക്കി, അങ്ങനെ നാം ചിന്തിക്കുമ്പോൾ ആ വാക്യത്തിലേക്ക് എന്താ തിരിച്ചൊന്ന് അറിയാം. അവിടെ ഇങ്ങനെ വായിക്കുകയാണ്: അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട്. ഇനി അടുത്ത പരിഭാഷയിൽ പറയുന്നത് ഇങ്ങനെയാണ്: അവിടുന്ന് ആയിരിക്കുന്നത് പോലെ നാം അവിടുത്തെ കാണും. അതായത് യേശുക്രിസ്തു എങ്ങനെയാണോ അങ്ങനെ നാം അവിടുത്തെ കാണുന്നതാകൊണ്ട് അവന്റെ സ്വരൂപത്തോട് അനുരൂപരായിത്തീരും, യേശുവിനെ പോലെ ആയിത്തീരും എന്നാണ് വാക്യം. അപ്പൊ ഇവിടെ കാണുക എന്ന് പറയുന്ന ഒരു കാര്യം വന്നിരിക്കുകയാണ്. അത് ദൃശ്യമായ ഒന്നാണ്, അല്ലെ? ദൃശ്യമായ ഒന്നാണ്. അപ്പം രൂപത്തിലാണോ? ഏതാണ്ട് യേശുക്രിസ്തുവിനെ പോലെയുള്ള ശരീരത്തിന്റെ ആകൃതിയിലുള്ള സാമ്യമാണോ? എല്ലാവരും യേശുവിനെ പോലെ, യേശുവിന്റെ അതേ രൂപം, യേശുവിന്റെ അതേ ഹെയർ സ്റ്റൈല്, യേശുവിന്റെ അതേ ശരീരം അങ്ങനെയാകുമെന്നാണോ? അതെയോ യേശുക്രിസ്തുവിന്റെ ശരീരത്തിന് ഇന്നുള്ള സ്വഭാവമുള്ള ശരീരം നമുക്ക് ലഭിക്കുമെന്നാണ് അർത്ഥമാക്കുന്ന കാര്യം? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശരീരത്തിന്റെ ആകൃതിയെ കുറിച്ച് പറയുമ്പോൾ
പണ്ട് ഈ ഒരു 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 എന്താ പറയുക, ഒരു മൊബൈലിന്റെ ഒരു നെറ്റ്വർക്കിന്റെ ഒരു നെറ്റ്വർക്കിന്റെ ഒരു പരസ്യത്തിനകത്ത് ഇങ്ങനെ ഒരു പിക്ചർ ഉണ്ടായിരുന്നു. എല്ലാ ഇതും ഒരേപോലെ ഒരേ ആകൃതിയാണ്, ഒന്നിനും ഒരു മാറ്റവും ഇല്ല. അതിന്റെ എല്ലാ ഷേപ്പും എല്ലാത്തിന്റെയും ഷേപ്പും ഒരേപോലെയാണ്. അപ്പൊ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമ്മൾ എല്ലാവരും ഒരേ ഷേപ്പ് ആകും എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ഒരേ ആകൃതി ആയിരിക്കും. എല്ലാവരും യേശുവിനെ പോലെ ആകൃതി ഉള്ളവരാകും. അത്തരം ശരീരത്തിന്റെ ആകൃതി സെയിം ആകും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി അല്ല, ഈ നമുക്ക് വ്യത്യസ്തമായ ശരീരങ്ങളുണ്ട്. വണ്ണമുള്ള ശരീരമുണ്ട്, വണ്ണം കുറഞ്ഞ ശരീരമുണ്ട്, ഷോർട്ടായ ആളുകളുണ്ട്, ടോളായ ആളുകളുണ്ട്, മീഡിയം ഹൈറ്റ് ആയ ആളുകളുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ ശരീര ആകൃതി ഉണ്ടെങ്കിലും ശരീരത്തിന്റെ എല്ലാം സ്വഭാവം അല്ലെ? ഇപ്പൊ നമ്മുടെ മനുഷ്യന്റെ കാര്യം എടുത്ത് നോക്കിയേ, നമ്മുടെ എല്ലാം ശരീരത്തിന്റെ ആകൃതിക്ക് വ്യത്യാസമുണ്ട് അല്ലെ? ചിലരുടെ മൂക്ക് ഒരു വ്യത്യസ്ത രീതിയിലാണ്, കണ്ണിന് വ്യത്യാസമുണ്ട്, ചിലർക്ക് പൊക്കം കൂടുതലാണ്, അങ്ങനെ പൊക്കത്തിൽ വ്യത്യാസമുണ്ട്, വണ്ണത്തിൽ വ്യത്യാസമുണ്ട്, നിറത്തിൽ വ്യത്യാസമുണ്ട്, ശരീരഘടനയ്ക്കകത്ത് വ്യത്യാസമുണ്ട്, ആകൃതിയിൽ വ്യത്യാസമുണ്ടെങ്കിലും ശരീരത്തിന്റെ സ്വഭാവം ഒരുപോലെയാണ് അല്ലെ? എല്ലാവരുടെയും രക്തം ഓടുന്ന ഒരേ രീതിയിലാണ്, എല്ലാവരുടെയും കിഡ്നി പ്രവർത്തിക്കുന്ന ഒരേ രീതിയിലാണ്, ഹാർട്ടിന്റെ ചലനം ഒരേപോലെയാണ്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശരീരത്തിന്റെ സ്വഭാവം ഒരുപോലെയും ആകൃതിക്ക് വ്യത്യാസവും ഉണ്ട്. അപ്പോൾ ശരിക്കും നമ്മൾ യേശുവിനെ പോലെ ആകും എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്ന കാര്യം എന്താ? യേശുവിന്റെ ശരീരത്തിന്റെ ആകൃതി പോലെ ആകുമെന്നാണോ? അതെയോ ആകൃതിയിലല്ല, ശരീരത്തിന്റെ സ്വഭാവം ഒരുപോലെ ആയിരിക്കും എന്നാണ് ഉദ്ദേശിക്കുന്ന കാര്യം. ശരീരത്തിന്റെ ആകൃതിയിൽ ഒരുപോലെ ആകുമെന്നല്ല, ശരീരത്തിന്റെ സ്വഭാവത്തിലെ സാമ്യത്തെ കുറിച്ചാണ് ഈ വാക്യം നമ്മോട് പറയുന്നത്. അപ്പൊ യേശുവിന്റെ ശരീരത്തിന് പോലെ ഒരു ആകൃതിയുള്ള ശരീരം കിട്ടുമെന്നല്ല, യേശുവിന്റെ ശരീരത്തിന് എന്തെല്ലാം സ്വഭാവ സവിശേഷതകളുണ്ടോ ആ സവിശേഷതകളെല്ലാം ഉള്ള ഒരു ശരീരം ലഭിക്കുമെന്നാണ് ഈ വാക്യം ശരിക്കും അർത്ഥമാക്കുന്നത്. അല്ല എല്ലാവരും യേശുവിനെ പോലെ ആകും എന്ന് പറയുമ്പോൾ എല്ലാവരും യേശുവിന്റെ രൂപത്തിലേക്ക് ആകുന്നുള്ളതല്ല. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിന്റെ ശരീരത്തിന് എന്തെല്ലാം സവിശേഷതകളുണ്ടോ ആ സവിശേഷതകളെല്ലാം ഉള്ള ഒരു ശരീരം നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് അർത്ഥമാക്കപ്പെടുന്ന കാര്യം. ഒപ്പം തന്നെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, യേശുക്രിസ്തുവിന്റെ ദൈവത്വവുമായി ബന്ധപ്പെട്ട സവിശേഷതകളെല്ലാം നമുക്ക് ലഭിക്കുകയുമില്ല. ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞാൽ, യേശു സർവ്വവ്യാപിയാണ്, സർവശക്തനാണ്, സർവജ്ഞാനിയാണ്. അങ്ങനെയുള്ള ദൈവത്വവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സവിശേഷതകളുണ്ട്. ഒരേ സമയത്ത് ഇവിടെയും എവിടെയും പ്രത്യക്ഷനാകുവാനായിട്ട് കഴിയുന്ന ഒരവസ്ഥ അതെന്തായാലും നമുക്ക് ഉണ്ടാകത്തില്ല. അപ്പൊ അത്തരം ദൈവീകമായ സ്വഭാവങ്ങൾ നമുക്ക് ഉണ്ടാകത്തില്ല. പക്ഷെ നമുക്ക് എന്തുണ്ടാകും? ഇപ്പോൾ യേശുക്രിസ്തുവിന്റെ ശരീരത്തിന്റെ സ്വഭാവം എന്താണോ അതിന് സമാനമായ അതേ സ്വഭാവമുള്ള ഒരു ശരീരം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിൽ നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കും എന്നുള്ള വസ്തുതയാണ് ഈ വാക്യം നമ്മളോട് പറയുന്ന കാര്യം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്നത്തെ ക്ലാസ്സിനകത്ത് ഒരു 7 കാര്യങ്ങൾ വളരെ ചുരുക്കമായി വളരെ വേഗത്തിൽ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 1, പരിമിതികളില്ലാത്ത ഒരു ശരീരം നമുക്ക് ലഭിക്കും. 2, ദർശിക്കാനും സ്പർശിക്കാനും കഴിയുന്ന ഒരു ശരീരം നമുക്ക് ലഭിക്കും. 3, തിരിച്ചറിയാൻ കഴിയുന്ന ഒരു ശരീരം നമുക്ക് ലഭിക്കും. 4, അദ്രവത്വമുള്ള ഒരു ശരീരം നമുക്ക് ലഭിക്കും. 5, അമർത്യത്വമുള്ള ഒരു ശരീരം നമുക്ക് ലഭിക്കും. 6, ശക്തിയുള്ള ഒരു ശരീരം നമുക്ക് ലഭിക്കും. 7, തേജസ്സുള്ള ഒരു ശരീരം നമുക്ക് ലഭിക്കും. ഈ 7 കാര്യങ്ങൾ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് ചിന്തിക്കാനായിട്ട് ശ്രമിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. 1, പരിമിതികളില്ലാത്ത ശരീരം. ഞാൻ ചോദ്യം ചോദിക്കാം, ഉയർത്തെഴുന്നേറ്റ യേശു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടത് വാതിൽ അടച്ചിട്ട മുറിയിലാണോ അതെയോ വാതിൽ തുറന്നു കിടന്ന ഒരു മുറിയിലാണോ? ഓഫ് കോഴ്സ് നമ്മൾ എല്ലാവരും ഉത്തരം പറയും അത് വാതിൽ അടച്ചിട്ട മുറിയാണ് എന്ന്. എന്താ തെളിവ്? യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 19-ാമത്തെ വാക്യം. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ ആയ ആ ദിവസം, അതായത് കർത്താവ് ഉയർത്തെഴുന്നേറ്റ ദിവസം, നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിൽ അടച്ചിരിക്കെ യേശു വന്നു നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് അവരോട് പറഞ്ഞു.
നിങ്ങൾക്ക് സമാധാനം എന്ന് അവരോട് പറഞ്ഞു. അപ്പൊ വാതിൽ അടച്ചിട്ട മുറിയിലാണ് യേശു പ്രത്യക്ഷപ്പെട്ടത്. ഇനി ഞാൻ വേറെ ചോദ്യം ചോദിക്കട്ടെ, യേശു ഉയർത്തെഴുന്നേറ്റത് കല്ല് ഉരുട്ടി നീക്കിയിട്ടാണോ നീക്കാതെയാണോ? കല്ലുരുട്ടി നീക്കിയിട്ടാണോ നീക്കാതെയാണോ? പലപ്പോഴും നമ്മുടെ പല പ്രസംഗങ്ങളിലുമൊക്കെ കല്ലിനെ തട്ടി തകർത്തുകൊണ്ട് അല്ലെങ്കിൽ മകഞ്ഞു മാറ്റിക്കൊണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് യേശു ഉയർത്തെന്നൊക്കെ പറയാറുണ്ട്. ആവേശം വന്നു കഴിയുമ്പോൾ ഇങ്ങനെ ഓരോ വാചകങ്ങൾ ആവേശമോ അല്ലെങ്കിൽ ഇങ്ങനെ എന്ത് പറയുക സാഹിത്യമൊക്കെ ചേർത്ത് പറയുമ്പോൾ അങ്ങനെ പറഞ്ഞു പോകുന്നതാണ്. പക്ഷെ വാസ്തവത്തിൽ യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റത് കല്ല് ഉരുട്ടി നീക്കിയിട്ടല്ല. കല്ലുരുട്ടി നീക്കിയത് സാക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്. എന്താ തെളിവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്ന് വായിച്ചു നോക്കാം. മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യം. മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യം. ശബ്ബത്ത് കഴിഞ്ഞ് ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം വെളുക്കുമ്പോൾ മഗ്ദലക്കാരത്തി മറിയയും മറ്റേ മറിയും കല്ലറ കാണുവാൻ ചെന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കർത്താവിന്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് കല്ല് ഉരുട്ടി നീക്കി അതിന്മേൽ ഇരുന്നിരുന്നു. അവന്റെ രൂപം മിന്നലിന് ഒത്തതും അവന്റെ ഉടുപ്പ് ഹിമം പോലെ വെളുത്തതും ആയിരുന്നു. കാവൽക്കാർ അവനെ കണ്ട് പേടിച്ച് വിറച്ച് മരിച്ചവരെ പോലെ ആയി. ദൂതൻ സ്ത്രീകളോട്, ഭയപ്പെടേണ്ട, ക്രൂശിക്കപ്പെട്ട യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ ഇവിടില്ല, താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു. അവൻ കിടന്ന സ്ഥലം വന്ന് കാൺമീൻ. അപ്പൊ പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് ഇങ്ങനെ അടഞ്ഞു കിടന്ന അവസ്ഥയിൽ തന്നെയാണ്. കല്ല് ഉരുട്ടി നീക്കേണ്ട ഒരു സാഹചര്യം ഇല്ലായിരുന്നു. കല്ലിന് യേശുവിനെ തടഞ്ഞു വെക്കുവാനായിട്ട് കഴിയത്തില്ലായിരുന്നു. കല്ലിന്റെ മുൻപിൽ പരിമിതപ്പെട്ടു പോകുന്ന, അയ്യോ വലിയൊരു കല്ലാണല്ലോ, ഇത് ആരെങ്കിലും ഉരുട്ടി നീക്കിയാൽ മാത്രം എനിക്ക് പുറത്തോട്ട് വരുവാൻ കഴിയുമല്ലോ എന്ന് പറയുന്ന ഒരു പരിമിതിയിലായിരുന്നില്ല യേശു അവിടെ ആയിരുന്നത്. വേണമെങ്കിൽ കല്ലിനെ ഉരുട്ടി നീക്കുവാനും കഴിയുന്ന ദൈവം ഉരുട്ടി നീക്കാതെ തന്നെ പുറത്തേക്ക് വരുവാനും ശക്തനായിരുന്നു. പിന്നെ എന്തിനാണ് കല്ല് ഉരുട്ടി നീക്കിയത്? അത് ലോകത്തിന് സാക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്. ഈ വാക്യത്തിന്റെ പശ്ചാത്തലത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, യേശുവിനെ തൈലം പൂശുവാൻ വരുന്ന ആ സഹോദരിമാർക്ക് കണ്ട് ബോധ്യപ്പെടേണ്ടതിനാണ്. പിന്നീട് ശിഷ്യന്മാർക്ക് കണ്ട് ബോധ്യപ്പെടേണ്ടതിനാണ്. പിന്നീട് ലോകത്തിന് കണ്ട് ബോധ്യപ്പെടേണ്ടതിനാണ്. ആ കല്ല് ആ വാതിൽക്കൽ നിന്ന് ഉരുട്ടി മാറ്റുവാൻ ഇടയായത്. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് കല്ലിനെ മാറ്റിയിട്ടല്ല, കല്ല് മാറ്റാതെയാണ്. കല്ലിന്റെ മുൻപിൽ പരിമിതപ്പെട്ടു പോകുന്ന ഒരു ശരീരമായിരുന്നില്ല യേശുവിൻ്റെത്. വാതിലിന്റെ മുൻപിൽ പരിമിതപ്പെട്ടു പോകുന്ന ഒരു ശരീരമായിരുന്നില്ല യേശുവിൻ്റെത്. ഉയർത്തെഴുന്നേറ്റ യേശുവിന് എല്ലാ ബന്ധനങ്ങളെയും മറികടന്നിട്ട് അകത്ത് വരുവാനും പുറത്തു പോകുവാനും സാധിക്കുന്ന ഒരു ശരീരമാണ് എങ്കിൽ അതിന് സമാനമായ ശരീരം നമുക്ക് കിട്ടുമെന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്ന കാര്യം എന്താണ്? പരിമിതികളൊന്നുമില്ലാത്ത ഒരു ശരീരം ദൈവം നമുക്ക് നൽകും എന്നുള്ളതാണ്. ഇന്ന് നിരവധി പരിമിതികളുണ്ട്. കയറ്റം കണ്ടാൽ പേടിക്കുന്ന പരിമിതി നമുക്കുണ്ട്. ഓടുവാൻ കഴിയാത്ത, ചാടുവാൻ കഴിയാത്ത, പ്രയാസങ്ങൾ ഏറെയുള്ള, പ്രതികൂലങ്ങൾ ഏറെയുള്ള, നടക്കുവാൻ കഴിയാത്ത, പരിമിതികൾ ഏറെയുള്ള ഒരു ശരീരവുമായി നാം ജീവിക്കുമ്പോൾ, എന്റെ ദൈവമക്കളെ ഞാൻ പറയട്ടെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിങ്കൽ നമുക്ക് ലഭിക്കുവാൻ പോകുന്ന ശരീരത്തിന് യാതൊരു പരിമിതികളുമില്ല. ഏതെങ്കിലും പരിമിതികളുടെ മുൻപിൽ പകച്ചു നിൽക്കുന്ന ഒരു ശരീരമല്ല, അതിനെയൊക്കെ വിജയിക്കുവാൻ കഴിയുന്ന ഒരു ശരീരമാണ് നമുക്ക് ലഭിക്കുവാനായിട്ട് പോകുന്നത് എങ്കിൽ നമുക്ക് ഒരുമിച്ച് പറയാം, യേശു ക്രിസ്തുവിന്റെ വരവ് എനിക്ക് ലാഭകരമാണ്. ഇന്നത്തെ എല്ലാ പരിമിതികളും ആ വരവിങ്കൽ അവസാനിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മെ സഹായിക്കട്ടെ, മുൻപോട്ട് പോകട്ടെ. രണ്ടാമത്തെ ആശയത്തിലേക്ക് വരുമ്പോൾ 2 വാക്യങ്ങൾ വായിക്കാം. ലൂക്കോസ് സുവിശേഷം 24-ാം അധ്യായം 39-ാമത്തെ വാക്യവും യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 27-ാമത്തെ വാക്യവും ഞാൻ വായിക്കാം. ലൂക്കോസ് 24:39. ഞാൻ തന്നെ ആകുന്നു എന്ന് എന്റെ കൈയും കാലും നോക്കി അറിവിൻ, എന്നെ തൊട്ടു നോക്കുവിൻ, എന്നിൽ കാണുന്നത് പോലെ ഭൂതത്തിന്
മാംസവും അസ്ഥിയും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. യോഹന്നാൻ 20:27. പിന്നെ തോമസിനോട്, നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എന്റെ കൈകളെ കാണുക, നിന്റെ കൈ നീട്ടി എന്റെ വിലാപ്പുറത്ത് ഇടുക, അവിശ്വാസിയാകാതെ വിശ്വാസി ആയിരിക്കുക. ഈ വാക്യത്തിൽ പറയുന്ന ചില വാക്ക് ശ്രദ്ധിച്ച് നോക്കിയേ. എന്റെ കൈയും കാലും നോക്കി എന്നെ അറിയുക, എന്നെ തൊട്ടു നോക്കുക. നോക്കിയേ, എനിക്ക് മാംസമുണ്ട്, അസ്ഥിയും ഉണ്ട്. തോമസിന് പറയുകയാണ്, തോമസ് നിന്റെ വിരലെടുത്തിട്ട് എന്റെ ഈ ആണിപ്പടിയിലൊന്നിട്ടേ. അങ്ങനെ നീ മനസ്സിലാക്കുക അതിനെ. ഇനി നിന്റെ കൈ എടുത്തിട്ട് എന്റെ ആ വിലാപ്പുറത്തേക്ക് അങ്ങിട് എന്ന് പറഞ്ഞ് വസ്ത്രം തുറന്നു കാണിക്കുന്ന, ശരീരം പ്രദർശിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരികയാണ്. അപ്പോൾ നമുക്ക് ഈ സംഭവം എല്ലാം അറിയാം. ഞാൻ ഇവിടുന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേറ്റ ശരീരം ദർശിക്കാനും സ്പർശിക്കാനും കഴിയുന്ന ഒരു ശരീരമായിരുന്നു. ഒന്നാമത്തെ പ്രത്യേകത, പരിമിതികൾ ഒന്നുമില്ലാത്ത ശരീരമായിരുന്നു. രണ്ടാമത്തെ പ്രത്യേകത, അത് ദർശിക്കാനായിട്ട് കഴിയും, അത് സ്പർശിക്കാനായിട്ടും കഴിയും. ഭൂതത്തിൻ്റെത് പോലെയുള്ള ശരീരമല്ല, മാംസമുള്ള ശരീരമാണ്, അസ്ഥിയുള്ള ശരീരമാണ്, തൊട്ടു നോക്കുവാൻ കഴിയുന്ന ശരീരമാണ്, സ്പർശിക്കാൻ കഴിയുന്ന ഒരു ശരീരമാണ്. ഈ ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ കാൽക്കലേക്ക് വീഴുന്ന ഒരു ചിത്രം, ഉയർത്തെഴുന്നേറ്റ് മഹത്വധാരിയായ ക്രിസ്തുവിന്റെ കാൽക്കലേക്ക് വീഴുന്ന ഒരു ചിത്രം യോഹന്നാന്റെ വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്പർശിക്കാൻ കഴിയും യേശുവിനെ. അനധിവിദൂര ഭാവികൾ നമ്മെ ചേർക്കുവാനായിട്ട് വരുമ്പോൾ ആ മാറോട് ചേരുവാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കും. സ്പർശിക്കാനായിട്ട് കഴിയും, ദർശിക്കാനായിട്ട് കഴിയുന്ന ഒരു ശരീരമാണ് യേശുവിൻ്റെത്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ പ്രത്യേകത, രണ്ടാമത്തെ സവിശേഷത, നമുക്ക് ലഭിക്കാൻ പോകുന്ന ശരീരം ദർശിക്കാനും സ്പർശിക്കാനും കഴിയുന്ന ഒരു ശരീരമായിരിക്കും, തൊട്ടറിയാൻ കഴിയുന്ന ഒരു ശരീരമായിരിക്കും. അത്തരത്തിലൊരു ശരീരം നമുക്ക് ലഭിക്കുവാനായിട്ട് പോകും. ഒരു ഫാൻറ്റം അവസ്ഥയിലേക്ക് വരികയല്ല, എന്തോ ശരീരം ഉള്ളതുപോലെ തോന്നുന്ന ഒരവസ്ഥയിലേക്ക് വരികയല്ല. ആക്ച്വലായ ആത്മീക ശരീരം നമുക്കുണ്ടാകും. അത് തൊട്ടറിയാനായിട്ട് സാധിക്കുന്ന ശരീരമായിരിക്കും. നമുക്ക് അതിന്റെ വിശദീകരണം ഒന്നും പറയാനായിട്ട് നിർവാഹമില്ല, കാരണം വിശദീകരണങ്ങൾ ബൈബിളിനകത്ത് അധികമായി നൽകിയിട്ടില്ല. പക്ഷെ ഒരു കാര്യം അറിയാം, ദർശിക്കാൻ കഴിയും, ദർശിക്കാൻ മാത്രമല്ല സ്പർശിക്കാനും കഴിയും. ഓക്കെ, മുൻപോട്ട് പോകുന്നു. മൂന്നാമത്തെ ആശയത്തിലേക്ക് വരുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 16-ാമത്തെ വാക്യവും 21-ാം അധ്യായം 7-ാമത്തെ വാക്യം. യോഹന്നാൻ 20:16, 21:7. യേശു അവളോട് മറിയേ എന്ന് പറഞ്ഞു. അവൾ തിരിഞ്ഞു എബ്രായ ഭാഷയിൽ റബൂനി എന്ന് പറഞ്ഞു. 21:7. യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട് അത് കർത്താവാകുന്നു എന്ന് പറഞ്ഞു. കർത്താവാകുന്നു എന്ന് ശീമോൻ പത്രോസ് കേട്ടിട്ട് താൻ നഗ്നനാകയാൽ അങ്കി അരയിൽ ചുറ്റി കടലിൽ ചാടി. നമുക്ക് ഈ വാക്യത്തിന്റെ സന്ദർഭം അറിയാം. ഒന്ന്, യേശു ഉയർത്തെഴുന്നേറ്റ ശേഷം മറിയയ്ക്ക് പ്രത്യക്ഷപ്പെടുന്ന സംഭവമാണ്, തോട്ടത്തിൽ വെച്ചിട്ടാണ്. രണ്ടാമത്, യേശു കർത്താവ് ശിഷ്യന്മാരെ തേടി വരുന്ന സംഭവമാണ്. ഒരു വള്ളവും വലയും ഒക്കെ എടുത്ത് മീൻ പിടിക്കാൻ വേണ്ടി പോയപ്പോൾ യേശു പുറകെ ചെല്ലുന്ന, അവരെ വീണ്ടും യഥാസ്ഥാനപ്പെടുത്തുന്ന സംഭവമാണ് രണ്ടാമത്തെ വാക്യം. ഈ രണ്ട് വാക്യങ്ങളിലുമുള്ള പരാമർശം നോക്കി. ഈ സ്ത്രീ അല്ലെങ്കിൽ മറിയ പറയുകയാണ് റബൂനി. റബൂനി എന്ന വാക്കിന്റെ അർത്ഥം നമ്മുടെ മലയാളം ബൈബിളിനകത്ത് ഗുരു എന്നാ കൊടുത്തിട്ടുള്ളത്. പക്ഷെ ഗുരു എന്നല്ല, എന്റെ ഗുരു എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. നീ എന്ന ഒരൊറ്റ അക്ഷരം കൊണ്ട് ആ വാക്കിനുണ്ടാകുന്ന ഒരു മാറ്റം എന്റെ എന്നുള്ളതാണ്. എനിക്ക് ഈ യോഹന്നാൻ സുവിശേഷം ഭയങ്കര ഇഷ്ടമാണ്. ഈ ഭയങ്കര ഇഷ്ടമുള്ളതിന്റെ കാരണം അതിനകത്തുള്ള ചില പ്രയോഗങ്ങളുണ്ട്. ആ പ്രയോഗങ്ങൾ നമ്മെ ഇങ്ങനെ എന്താ പറയുക, രോമാഞ്ചം കൊള്ളിപ്പിക്കുന്ന പ്രയോഗങ്ങളാണ്. ഞാൻ കാരണം പറയാം. ഇതിന്റെ ആദ്യ അധ്യായം ആരംഭിക്കുമ്പോൾ, ആദ്യ അധ്യായത്തിനകത്ത് മുന്നോട്ട് വരുമ്പോൾ നമ്മൾ യോഹന്നാന്റെ സാക്ഷ്യം കാണുന്നുണ്ട്. യോഹന്നാൻ പറയുകയാണ്, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഇത് കേട്ടിട്ട് യോഹന്നാൻ 2 ശിഷ്യന്മാർ യേശുവിന്റെ പിന്നാലെ പോകുന്നു. അപ്പൊ യേശു ചോദിക്കുന്നു എന്താണ്? അപ്പൊ ചോദിക്കുകയാണ്, നീ എവിടെ പാർക്കുന്നു, നീ എവിടെ പാർക്കുന്നു? അപ്പൊ റബ്ബി, നീ എവിടെ പാർക്കുന്നു എന്നാണ് ചോദ്യം. ഗുരു, നീ എവിടെ പാർക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. ഈ പുസ്തകം അവസാനിക്കുമ്പോൾ ഗുരു നീ എവിടെ പാർക്കുന്നു എന്ന് ആരംഭിച്ച് ആ പുസ്തകം അവസാനിക്കുമ്പോൾ റബൂനി എന്ന് വിളിച്ചുകൊണ്ട് അവസാനിക്കും. എന്ന് പറഞ്ഞാൽ എന്റെ ഗുരു എന്ന് വിളിച്ച് അവസാനിക്കുന്നേ.
എന്റെ ഗുരു എന്ന് വിളിച്ച അവസാനം. അപ്പൊ ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പിലേക്ക് വരുന്ന ഒരവസ്ഥ അതിനകത്തുണ്ട്. രണ്ടാമത് പറയുകയാണ്, ഇത് എന്റെ കർത്താവാണ്, എന്റെ കർത്താവാണ് എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് വരിക. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, എന്താ നമുക്ക് പറയാൻ കഴിയുന്ന കാര്യം? മൂന്നാമത്തെ ആശയം ഇതാണ്, തിരിച്ചറിയാനായിട്ട് കഴിയുന്ന ഒരു ശരീരം. ഞാനത് പറയുമ്പോൾ തിരിച്ചറിയുന്നത് കുറച്ചുകൂടെ വ്യക്തിപരമായ രീതിയിലേക്ക് നമ്മളൊന്ന് എടുക്കണം. പേഴ്സണലായി തിരിച്ചറിയുവാനായിട്ട് സാധിക്കുന്ന ഒരു ശരീരമാണ് നമുക്ക് ലഭിക്കുന്നത്. പേഴ്സണലായി തിരിച്ചറിയുവാൻ കഴിയുന്ന ഒരു ശരീരമായിരുന്നു കർത്താവായ യേശുക്രിസ്തുവിൻ്റെത്. അത് കർത്താവാണ് എന്ന് ദൂരെ നിന്ന് കണ്ട യോഹന്നാന് മനസ്സിലായി. അരികെ നിന്ന് കണ്ട മറിയയ്ക്ക് ഇത് എന്റെ ഗുരുവാണ്, റബ്ബൂനിയാണ് എന്ന് മനസ്സിലായി. എങ്കിൽ എന്റെ പ്രിയ സ്നേഹിതരെ, നമ്മെ ഓരോരുത്തരെയും ലഭിക്കുന്ന ശരീരം കൊണ്ട് ഇത് ജോൺസൺ ആണ്, ഇത് ഇന്നയാളാണ്, ഇത് ഇന്നയാളാണ് എന്ന് തിരിച്ചറിയുവാൻ കഴിയുന്ന ഒരു ശരീരം നമുക്ക് ലഭിക്കുവാനായിട്ട് പോവുകയാണ്. അതിനകത്ത് ബുദ്ധിയുമുണ്ട് എന്ന് സമ്മതിക്കുന്നുവെങ്കിലും ആ രൂപം കൊണ്ട് തന്നെ നമ്മെ തിരിച്ചറിയുവാനായിട്ട് കഴിയും. അത്തരം ഒരു ശരീരം നമുക്ക് ലഭിക്കുകയാണ് എന്ന് നാം മനസ്സിലാക്കണം. നാം പലപ്പോഴും ഇങ്ങനെ മരണ വീടുകളിലൊക്കെ പറയാറുണ്ട്, നാം നമ്മുടെ കർത്താവ് വരുമ്പോൾ ഈ മരിച്ചുപോയ പ്രിയ സഹോദരനെ, സഹോദരിയെ, അമ്മയെ, അപ്പയൊക്കെ കാണും എന്ന് പറയുമ്പോൾ എന്താ അർത്ഥമാക്കുന്ന കാര്യം? അത് നമ്മൾ ഈ ലോകത്തിൽ കണ്ട ആ രൂപത്തിൽ തിരിച്ചറിയുവാൻ കഴിയുന്ന, ഇത് ഇന്നയാളാണ് എന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു രീതിയിൽ അവരെയൊക്കെ വീണ്ടും കാണുവാനായിട്ട് സാധിക്കും എന്ന് തന്നെയാണ്. അതാണ് നമ്മളുടെ മരണ വീടുകൾ ഒരു പ്രത്യാശയുടെ വീടുകളായി മാറുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ശ്മശാന ഭൂമികളിൽ പോയി നിന്നുകൊണ്ട് നമുക്കൊന്ന് പുഞ്ചിരിക്കുവാനായിട്ട് കഴിയുന്നത്. ഇവരെയൊക്കെ നമ്മൾ വീണ്ടും കാണും. തിരിച്ചറിയുന്ന ഒരു ശരീരത്തോടു കൂടെ നമ്മൾ അവരെ കാണും. പേഴ്സണലായി തിരിച്ചറിയാൻ കഴിയുന്ന ഒരു ശരീരത്തോടു കൂടെ കാണുവാനായിട്ട് നമുക്ക് സാധിക്കും. യേശുവിനെ റബ്ബൂനി എന്ന് വിളിച്ചതുപോലെ, കർത്താവെ എന്ന് വിളിച്ചതുപോലെ തിരിച്ചറിയുവാൻ കഴിയുന്ന ഒരു ശരീരവുമായി നമുക്ക് യേശുവിനെ കണ്ടെത്തുവാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യം ഞാനും നിങ്ങളും ഈ രാത്രിയിൽ മനസ്സിലാക്കേണ്ടത് ആവശ്യം ആണ്. മുൻപോട്ട് പോകുന്ന സമയത്തിന്റെ പരിമിതി കൊണ്ട് വേഗത്തിൽ അവസാനിപ്പിക്കണമല്ലോ. നാലാമത്തെ ആശയത്തിലേക്ക് വരുമ്പോൾ 2 വാക്യങ്ങൾ, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 15-ാം അധ്യായം 42-ാം വാക്യവും 52-53 വാക്യങ്ങളും ഞാൻ വായിച്ചു കേൾപ്പിക്കാം. മരിച്ചവരുടെ പുനരുത്ഥാനവും ഔവണ്ണം തന്നെ. ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അദ്രവത്വത്തിൽ ഉയർക്കുന്നു. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. സ്തോത്രം. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്വത്തെയും ധരിക്കണം എന്ന് പറയുകയാണ്. നോക്കിയേ, ഇവിടെ പറയുന്നൊരവസ്ഥ, ദ്രവത്വമുള്ള ഒരു ശരീരമാണ് നമുക്ക് ഉള്ളത്. എന്നാൽ ആ ശരീരം അദ്രവത്വത്തിലാണ് ഉയർക്കുന്നത്, അദ്രവത്വത്തെയാണ് ധരിക്കുന്നത്. എന്താണ് ദ്രവത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ക്ഷയിക്കുന്ന ഒരവസ്ഥ. നമ്മുടെയൊക്കെ ശരീരം ക്ഷയിക്കുന്ന അവസ്ഥയിലുള്ള ശരീരമാണ്. നമ്മൾ ആരും, ഞാൻ മിക്കവാറും പറയാറുള്ളൊരു കാര്യമാണ്, ഒരു 45 വയസ്സൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ, 45 വയസ്സെന്ന് ഞാൻ ജസ്റ്റ് പറയുന്നേ ഉള്ളൂ, അതിനൊക്കെ മുൻപ് തൊട്ട് തന്നെ നമ്മുടെ ശരീരം ഡീക്കേയുടെ ഒരവസ്ഥയിലായിരിക്കുന്നത്. ദ്രവിച്ചുകൊണ്ടിരിക്കുക ഓരോ ദിവസവും, അല്ലെങ്കിൽ ക്ഷയിച്ചുകൊണ്ടിരിക്കുക ഓരോ ദിവസവും, അല്ലെ? ചെറുപ്പത്തിൽ വളരുന്നുണ്ടെന്ന് വരികിലും പിന്നീട് അങ്ങോട്ട് ഓരോ അവയവങ്ങൾക്ക് എന്താ പറയാ, പതിയെ പതിയെ അതിന്റെ കാര്യക്ഷമത നശിക്കുന്നു, കുറയുന്നു, നശിക്കുന്നു, ഓരോന്നോരോന്നായിട്ട് ഇല്ലാതായിത്തീരുക. നമ്മള് പ്രത്യേകിച്ച് ഈ ശലോമോന്റെ ശലോമോൻ പറയുന്നൊരു വാചകങ്ങളുണ്ടല്ലോ, കണ്ണിന്റെ കാഴ്ച കുറയും, ചെവി കേൾക്കുന്നത് അത് ശരിക്കും കേൾക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് വരും, കയറ്റം കാണുമ്പോൾ പേടിക്കും, ശോചനക്കുരു ഫലിക്കാതെ വരും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, കുറവുകളെ കുറിച്ച് പറയുന്നു. ഓരോ ദിവസവും ഗ്രാജുവലി നമ്മൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ശരീരത്തിൽ ശരിക്കുമുള്ള ജീവനല്ല, നമ്മുടെ ശരീരത്തിനകത്തുള്ളത് മരണമാണ്. അതാ വ്യത്യാസം. യേശുവിന്റെ ശരീരവും നമ്മുടെ ശരീരവുമായിട്ടുള്ള വ്യത്യാസം
യേശുവിന്റെ ശരീരത്തിൽ ജീവൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. യോഹന്നാൻ 1-4 വാക്യം, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. നമ്മളിലുള്ളത് എന്താ? നമ്മളുള്ളത് മരണമാണ്. നമ്മൾ ഓരോ ദിവസവും മരണത്തിലേക്ക് അടുക്കുന്നു. നമ്മൾ ഈ ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കുമ്പോൾ സന്തോഷമൊക്കെ ആണെങ്കിലും എല്ലാവരും ബർത്ത്ഡേ വിഷ് ഒക്കെ പറയുമ്പോൾ ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര കേൾക്കാനൊക്കെ സുഖമാണെങ്കിലും 1 വർഷം കൂടെ മരണത്തിലോട്ട് അടുത്തു എന്നാ അതിന്റെ അർത്ഥം. ഞാൻ വിഷ് ചെയ്യണമെന്ന് പറയല്ല കേട്ടോ, കുഴപ്പമില്ല, നടക്കട്ടെ, സന്തോഷങ്ങളൊക്കെ ഉണ്ടാകട്ടെ. പക്ഷെ അർത്ഥം ഇതാണ്, നമ്മൾ 1 ദിവസം കൂടെ മരണത്തിലേക്ക് അടുത്തു, ഒരു വർഷം കൂടെ മരണത്തിലേക്ക് അടുത്തു എന്ന അതിന്റെ അർത്ഥം. അപ്പൊ നമ്മുടെ ശരീരത്തിനകത്തുള്ളത് മരണമാ, ദ്രവത്വമാ. ഇത് ഓരോ ദിവസവും ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. കാലുവേദന കൂടുകയല്ലാതെ കുറയുന്നുണ്ടോ? ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നടുവേദന പിന്നെ കൂടുക. അത് ശരീരം ക്ഷയിക്കുകയാണ്, ശരീരം ദ്രവിക്കുകയാണ്. ഏറ്റവും അവസാനം ആത്മാവിന് വസിക്കുവാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ശരീരത്തിനെന്ന് അറിയുമ്പോൾ അത് ഈ കൂട് വിട്ടങ്ങ് പറന്നു പോകും കർത്താവിന്റെ അടുക്കിലേക്ക്, ദൈവത്തിന്റെ അടുക്കിലേക്ക്. അപ്പോ നമ്മൾ ഇന്ന് പാർക്കുന്നത് ദ്രവത്വമുള്ള ക്ഷയിക്കുന്ന ഒരു ശരീരത്തിലാണ്. കർത്താവ് വരുമ്പോൾ സംഭവിക്കുന്ന കാര്യം എന്താ? അദ്രവത്വത്തിൽ നമ്മൾ ഉയർക്കും. അല്ലെങ്കിൽ കർത്താവ് യേശുക്രിസ്തു വരുമ്പോൾ മരിച്ചിട്ടില്ലാത്ത ജീവനോടെ ശേഷിക്കുന്നവരായ ആളുകൾ അദ്രവത്വത്തെ ധരിക്കും. പ്രിയ സ്നേഹിതരെ, അടുത്ത സെക്കൻഡിൽ നമ്മുടെ കർത്താവ് യേശുക്രിസ്തു വന്നാൽ ക്രിസ്തുവിൽ മരിച്ചിട്ടുള്ള ആളുകൾ അദ്രവത്വമുള്ള ശരീരത്തോടുകൂടെ ഉയർത്തുകയും ക്രിസ്തുവിൽ ജീവനോടെ ശേഷിക്കുന്ന നാം അദ്രവത്വമുള്ള ഒരു ശരീരം ധരിക്കുകയും ചെയ്യും. പിന്നെ കണ്ണുനീരില്ല, പിന്നെ പ്രയാസമില്ല, പിന്നെ ബുദ്ധിമുട്ടില്ല, പിന്നെ നടുവേദനയില്ല, പിന്നെ തലവേദനയില്ല, പിന്നെ കൈക്ക് വേദനയില്ല, പിന്നെ ശാരീരികമായ അസുഖങ്ങൾ ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക്, ദ്രവത്വം ഉണ്ടാകാത്ത ഒരവസ്ഥയിലേക്ക് ഞാനും നിങ്ങളും കടന്നു വരും. ദൈവത്തിന്റെ സ്തോത്രം. നമുക്ക് ലഭിക്കാൻ പോകുന്ന ശരീരം അദ്രവത്വമുള്ള ഒരു ശരീരമാണ്. ഒരു കാരണവശാലും ഒരു വേദനയ്ക്കും കീഴ്പ്പെടുത്തുവാൻ കഴിയാത്തൊരു ശരീരം, ഒരു രോഗത്തിനും കീഴ്പ്പെടുത്തുവാൻ കഴിയാത്തൊരു ശരീരം, ഒരു പ്രതിസന്ധിക്കും ആഞ്ഞടിക്കുവാൻ കഴിയാത്തൊരു ശരീരം. ഇന്ന് നമ്മൾ അതെല്ലാം അനുഭവിക്കുന്നുണ്ട്. നമുക്ക് ഒരുപാട് രോഗങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, വേദനകളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. ഇതെല്ലാം ഈ ലോകത്തിൽ ഉള്ളതാണ്, ശരിയാ, ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഇതിനപ്പുറത്ത് ഇതിനേക്കാൾ നല്ല ഒന്ന് നമുക്ക് വേണ്ടി നമ്മുടെ കർത്താവ് കരുതി വെച്ചിട്ടുണ്ട്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, വരുവാനിരിക്കുന്ന മഹത്വവും തേജസ്സും ഒക്കെ മനസ്സിലാകുമ്പോൾ ഇഹത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ ഡോക്ടറെ പോയി കാണുമ്പോൾ നമ്മുടെ രോഗം പറയുമ്പോൾ സാരമില്ല, ഇത് മാറും എന്ന് പറഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ആശ്വാസം എത്രയാ? ഭയങ്കര നടുവേദന, പുറത്തു പോകാൻ ഇരിക്കാൻ പോലും കഴിയുന്നില്ല. ഡോക്ടറെ പോയി കണ്ടു, ഡോക്ടർ പിടിച്ചൊക്കെ നോക്കി, എക്സ്റേ ഒക്കെ എടുത്ത് നോക്കി, അതെല്ലാം ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞു, കുഴപ്പമില്ല, മരുന്ന് കഴിക്കുമ്പോൾ മാറിക്കോളൂ. എന്തൊരാശ്വാസം അല്ലെ, മരുന്ന് കഴിച്ചാൽ മാറും. അന്ന് തൊട്ട് നമ്മൾ കറക്റ്റ് സമയത്ത് മരുന്ന് കഴിക്കും. വല്ല എക്സസൈസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ അങ്ങ് ചെയ്യാനായിട്ട് തുടങ്ങും. കാരണം എന്താ? മാറും എന്ന് ഡോക്ടർ പറഞ്ഞു, അതാണ് ഉറപ്പ്. നോക്കിയേ, ഈ വാക്യം നമ്മോട് പറയുന്നത് എന്താ? ഇപ്പോൾ നമ്മുടെ ശരീരം അദ്രവത്വത്തിലാണ്, മരിക്കുന്നത് അദ്രവത്തിൽ ഉള്ളത് കൊണ്ടാണ്, രോഗം വരുന്നത് ദ്രവത്വമുള്ളത് കൊണ്ടാണ്, ക്ഷയിക്കുന്ന അവസ്ഥ ഉള്ളത് കൊണ്ടാണ്. അത് മാറിയിട്ട് ജീവനോട് ശേഷിക്കുന്നവർ അദ്രവത്വത്തെ ധരിക്കുകയും മരിച്ച് മൺമറഞ്ഞു പോയവർ അദ്രവത്വമുള്ള ശരീരത്തോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് ലഭിക്കുവാനായിട്ട് പോകുന്നത് 4-മത്തെ പ്രത്യേകത, അദ്രവത്വമുള്ള ഒരു ശരീരം നമുക്ക് ലഭിക്കും എന്നുള്ളത് ആണ്. 5-മത്തെ ആശയത്തിലേക്ക് വരുമ്പോൾ വാക്യം, അതേ അധ്യായം തന്നെ 52-53 വാക്യം നമ്മൾ ഒന്ന് വായിച്ചാണെങ്കിലും ഒരു പ്രാവശ്യം ഞാൻ വായിക്കാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്വത്തെയും ധരിക്കണം. അക്ഷയരായി ഉയർക്കും, അമർത്യത്തെ ധരിക്കും. അപ്പൊ എന്താ അർത്ഥം? ക്ഷയമില്ലാത്ത ഒരവസ്ഥയിൽ ഉയർക്കും. അമർത്യത്വം എന്ന് പറഞ്ഞാൽ മരണമില്ലാത്തൊരവസ്ഥ. മരണമില്ലാത്ത ഒന്നിനെ നമ്മൾ ധരിക്കും. ഇവിടെ 2 കാര്യമുണ്ട്. മരിച്ചവരുടെ അവസ്ഥ പറയുകയാണ്, അവർ അക്ഷയരായി, ക്ഷയമില്ലാത്ത അവസ്ഥയിൽ അവർ ഉയർത്തെഴുന്നേറ്റ് വരും. ജീവനോട് ശേഷിക്കുന്ന നമ്മളോ
നമ്മൾ ധരിക്കും. എന്ത് ധരിക്കും? മരണമില്ലാത്ത ഒരു ശരീരം നമ്മൾ ധരിക്കും. അപ്പോ അഞ്ചാമത്തെ ആശയം അതാണ്, അമർത്യത്വമുള്ള, മരണമില്ലാത്ത ഒരു ശരീരം നമുക്ക് ലഭിക്കും. ഈ അധ്യായം അവസാനിക്കുമ്പോൾ പൗലോസ് ഒരു വെല്ലുവിളിയായി ഒരു വാചകം ഉയർത്തുന്നുണ്ട്. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? മാനവ ചരിത്രത്തിന്റെ ആയുസ്സോളം വിജയം മാത്രം പ്രഖ്യാപിച്ചിട്ടുള്ള മരണത്തെ അൻപേ പരാജയപ്പെടുത്തിയിട്ട് മൂന്നാം നാൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റപ്പോൾ മൗനമായി മരണത്തോട് ചോദിച്ചൊരു ചോദ്യമാണ്, നിന്റെ ജയം ഇന്നെവിടെ പോയി? അന്ന് വരെ മാനവജാതിയെ മുഴുവൻ കീഴടക്കിയിട്ട് മരണത്തിന്റെ മുൻപിൽ ബലമുള്ളവനും ബലഹീനനും ബുദ്ധിമാനും ബുദ്ധി കുറഞ്ഞവനും ധനികനും ദരിദ്രനും ഒക്കെ അടിയറവ് പറഞ്ഞപ്പോൾ, അവരെല്ലാം പരാജയം സമ്മതിച്ചപ്പോൾ പരാജയപ്പെട്ടു പോകാതെ, കല്ലറയിൽ ഒടുങ്ങിപ്പോകാതെ, അവസാനിക്കാതെ, ദ്രവത്വം കാണാതെ ഉയർത്തെഴുന്നേറ്റ യേശു മരണത്തോട് ചോദിക്കുകയാണ്, ഹേ മരണമേ, നിന്റെ ജയം എവിടെ പോയി? നിന്റെ വിജയം എവിടെ? പരാജയപ്പെടുത്തിയിരിക്കുന്നു. ആ കർത്താവിനെ പിൻപറ്റുന്നവരായ നമുക്ക് അനധിവിദൂര ഭാവിയിൽ നമ്മുടെ കർത്താവ് വന്നു കഴിയുമ്പോൾ നമുക്ക് പറയുവാനായിട്ട് കഴിയും, ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? നമ്മെ വിട്ട് പിരിഞ്ഞുപോയ നമ്മുടെ പ്രിയപ്പെട്ടവർ അക്ഷയരായി ഉയർത്തുകൊണ്ട് മരണത്തോട് ചോദിക്കും, കഴിഞ്ഞ കുറെ വർഷങ്ങൾക്ക് മുൻപ് നീ എന്നെ ഒന്ന് പരാജയപ്പെടുത്തി എന്നെ മണ്ണിലേക്ക് അയച്ചു, എന്നാൽ എന്റെ കർത്താവ് ഉണ്ടല്ലോ അവിടെ നിന്ന് എന്നെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഇന്ന് നിന്റെ ജയം, ഇന്ന് നിന്റെ വിജയം എവിടെ? ജീവനോടെ ശിക്ഷിക്കുന്നവരായ നമ്മൾ ആ അമർത്യത്തെ ധരിച്ചുകൊണ്ട് ചോദിക്കും, നിന്റെ ജയം എവിടെ? നിന്റെ വിജയം എവിടെ? ഞങ്ങൾ ഇതാ ഉയർത്തെഴുന്നേറ്റിരിക്കും. ഇനി ഞങ്ങളെ കീഴ്പ്പെടുത്തുവാനായിട്ട് കഴിയത്തില്ല. മരണം നീങ്ങിപ്പോകും. ഒടുക്കലത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകുമെന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മോട് അസന്നിഗ്ധമായി വിളിച്ചു പറയുക. എന്റെ പ്രിയ ദൈവമക്കളെ, അഞ്ചാമതായി നമുക്ക് മരണമില്ലാത്ത ഒരു ശരീരം ലഭിക്കുമെന്നറിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ക്രിസ്തുവിന്റെ വരവ് നമുക്ക് തീർച്ചയായിട്ടും ലാഭകരം. ഈ അവസ്ഥയ്ക്ക് മാറ്റം വരികയാ. നമ്മുടെയൊക്കെ വീടുകളിൽ മരണം കടന്നു വന്നപ്പോൾ, ആ തണുത്ത കരങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ടവരെ വരിഞ്ഞു മുറുക്കിയപ്പോൾ എത്രയോ വേദനയാണ് നമ്മളിൽ പലരും സഹിക്കേണ്ടി വന്നിട്ടുള്ളത്. നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മെ വിട്ട് ചിലപ്പോഴൊക്കെ അകാലത്തിൽ നമ്മെ വിട്ടു പോയപ്പോൾ, അല്ലെങ്കിൽ പ്രായമായ അവസ്ഥയിലും നമ്മെ വിട്ട് പോയപ്പോൾ നമുക്കറിയാം. ഞാൻ ഒരു മരണ വീട്ടിൽ പോയപ്പോ ഒരു സഹോദരൻ അനുശോചനം പറയാൻ വേണ്ടി പറയുകയാണ്, ഇത്രയും വർഷമൊക്കെ അമ്മച്ചി ജീവിച്ചല്ലോ എന്ന്. 100 വയസ്സിനടുത്ത് അമ്മച്ചി ജീവിച്ചു. പറഞ്ഞു, ഇത്രയും വർഷം അമ്മച്ചി ജീവിച്ചല്ലോ, അതുകൊണ്ട് ദുഃഖിക്കേണ്ട വലിയ കാര്യമൊന്നും ഇല്ല. ഇനി അല്ല, 1000 വർഷം വരെ ജീവിച്ചാലും പ്രിയപ്പെട്ടവർക്ക് മരണം എന്നും ദുഃഖം തന്നെയാണ്, അല്ലെ? എന്നും ദുഃഖമാണ്. അത് ഏത് പ്രായത്തിൽ പോയാലും ദുഃഖമാണ്. നമ്മളോട് ദുഃഖിക്കരുതെന്നൊന്നും പറഞ്ഞിട്ടില്ല, കരയരുതെന്നും പറഞ്ഞിട്ടില്ല. ഉണ്ടോ? അങ്ങനെയൊന്നും ബൈബിളിൽ പറഞ്ഞിട്ടില്ല. ചില ആൾക്കാരൊക്കെ നിങ്ങളെന്തോ കരയുന്നങ്ങനെ ചോദിക്കാറുണ്ട്. അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതെന്നാ പറഞ്ഞത്. ദുഃഖമാകാം, കരയാം, കണ്ണുനീര് വന്നാൽ കരയണം. പിടിച്ചു വെച്ചിട്ട് ഞാൻ പറയത്തില്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കണ്ണീര് വന്നാൽ കരയണം, കരച്ചിൽ വന്നാൽ കരയണം. ദുഃഖം ഉണ്ടാകും. ദുഃഖം ഉണ്ടാകുന്ന ഒരു പാപമൊന്നുമല്ല. പക്ഷെ അവിടെ നമുക്ക് പ്രത്യാശയുണ്ട്. ആ പ്രത്യാശ ഇല്ലെങ്കിലേ കുഴപ്പം. പ്രത്യാശയുണ്ട്. എന്താ പ്രത്യാശ? ബലഹീനമായ അവസ്ഥയിൽ, അപമാനകരമായ അവസ്ഥയിൽ നമ്മുടെ പ്രിയപ്പെട്ടയാള് ഒരു പെട്ടിക്കകത്ത് കിടക്കുകയാ. ശരിയാ, വാസ്തവമാ, മരണം അവിടെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ആ മരണത്തെ അമ്പേ പരാജയപ്പെടുത്തിയ ഒരു കർത്താവ് നമുക്കുണ്ട്. അവന്റെ സമയത്തിങ്കൽ ആ കാഹളനാദം എന്ന് ധ്വനിക്കുമ്പോൾ ആ മണ്ണിൽ നിന്ന്, നാം ഏൽപ്പിക്കപ്പെട്ട മണ്ണിൽ നിന്ന്, അത് മണ്ണോട് മണ്ണായി ചേർന്നാലും അവിടെ നിന്ന് ഉയർത്തുവാൻ നമ്മുടെ കർത്താവിന് സാധിക്കും, നമ്മുടെ ദൈവത്തിന് സാധിക്കും. നമ്മുടെ ശരീരത്തിനകത്ത് ഞാൻ പറഞ്ഞല്ലോ,
ഓരോ ദിവസവും നമ്മൾ മരിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ സമയമാനത്തിലുള്ള പാട്ടിനകത്ത് പറയുന്നുണ്ട്, ഞാൻ ഉറങ്ങുമ്പോഴും ചക്രം മുൻപോട്ട് തന്നെ ഓടുകയാണ്. നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. ചക്രം അന്നേരവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു അവസാനം അതങ്ങ് ചലിക്കും, അതങ്ങ് നിൽക്കും. ഇങ്ങനെ കാലം പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കാലുകൾ എപ്പോഴും മത്സരമാണ്. അബ്ദുൽ കലാം സർ പറഞ്ഞൊരു വാചകമാണ്, എൻ്റെ കാലുകൾ എപ്പോഴും മത്സരമാണ്. ഇടതുകാൽ എപ്പോഴും വലതുകാലിനെ പരാജയപ്പെടുത്തുവാനായിട്ട്, തോൽപ്പിക്കുവാനായിട്ട് ശ്രമിക്കും. വലതുകാൽ ഒരടി മുൻപോട്ട് വയ്ക്കുമ്പോൾ അതിനെ തോൽപ്പിച്ചുകൊണ്ട് ഇടതുകാൽ മുൻപോട്ട് വയ്ക്കും. വീണ്ടും വലതുകാൽ ഇടതുകാലിനോട് മത്സരിക്കും, അത് അടുത്ത സ്റ്റെപ്പ് മുൻപോട്ട് വയ്ക്കും. വീണ്ടും ഇടതുകാലും വലതുകാലും അങ്ങനെ മത്സരം തുറന്നുകൊണ്ടേയിരിക്കും. ഏറ്റവും ഒടുവിൽ ഈ രണ്ട് കാലുകളും നിശ്ചലമാകും. അതായിരിക്കും എൻ്റെ മരണം. ഒരു കവിവാചകം എങ്ങനെയാണ്, മൂകനാം വഴിയാത്രികൻ വരും, വിളിക്കും ഞാൻ പോകും, വാതിൽ ചാരാതെ നിശ്ചലം. പ്രിയ ദൈവമക്കളെ, കർത്താവിന്റെ വരവ് താമസിച്ചാൽ ഒരുപക്ഷെ മൂകനാം വഴിയാത്രികൻ വരുമ്പോൾ, അവൻ വിളിക്കുമ്പോൾ നാമും തിരശ്ശീലയ്ക്കപ്പുറത്തേക്ക് വാതിൽ ചാരാതെ പോകേണ്ടി വരുന്നവരായിരിക്കാം. അറിഞ്ഞുകൂടാ. പക്ഷെ അതിനു മുമ്പ് കർത്താവ് വരും, നമുക്ക് പ്രത്യാശിക്കാം. ആ പ്രത്യാശയിൽ മാത്രം ജീവിക്കാം. അങ്ങനെ നമ്മൾ പോകേണ്ടി വന്നാലും നമ്മൾ ആ മണ്ണിൽ നിന്ന് ഉയർക്കും എന്ന വസ്തുത ഞാനും നിങ്ങളും ഈ രാത്രി തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ജീവനോട് ശേഷി നമ്മൾ പറയട്ടെ, ഇന്ന് ഈ സെക്കൻഡ് കർത്താവ് വന്നാൽ നാം അമർത്യത്വമുള്ളൊരു ശരീരം ധരിക്കുവാനായിട്ട് പോവുകയാണ്. മരണത്തിന് വേണ്ടി നമ്മെ കീഴ്പ്പെടുത്താനേ സാധിക്കത്തില്ല. മരണം അൻപേ പരാജയം. ദൈവം സഹായിക്കട്ടെ. 5 അമർത്യത്വമുള്ള ശരീരം നമുക്ക് ലഭിക്കും. വേഗത്തിൽ 6, 7 പോയിന്റുകളിലേക്ക് പോകാം. 6ാമത്തെ കാര്യം, വീണ്ടും അതേ വാക്യത്തിൽ വായിക്കുമ്പോൾ നാം വായിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, അപമാനത്തിൽ ബലഹീനതയിൽ. അപമാനകരമായ ബലഹീനമായ ഒരവസ്ഥയിലാണ് ശരീരം എന്നുള്ളത്. ഞാൻ ഒറ്റ വാക്യത്തിൽ അതിനെ വിശദീകരിക്കാം. നമ്മുടെ ശരീരത്തിനകത്ത് ഒരു പാപത്തിന്റെ പ്രമാണമുണ്ട്, പാപപ്രമാണമുണ്ട്. ആ പാപപ്രമാണം എന്ന് പറയുന്നത്, കൈകൊണ്ട് അടിക്കാൻ ആഗ്രഹമില്ല, പക്ഷെ അടിക്കാൻ വേണ്ടി കൈ പോവുകയാണ്. കണ്ണുകൊണ്ട് തെറ്റായ കാര്യം കാണാൻ ആഗ്രഹമില്ല, പക്ഷെ കണ്ണ് അതിന്റെ പുറകെ പോവുകയാണ്. നാക്കുകൊണ്ട് മോശമായ ഒരു വാക്ക് പോലും പറയാൻ ആഗ്രഹമില്ല, പക്ഷെ മോശം വാക്കുകൾ പറയാനായിട്ട് പോവുകയാണ്, പറയുകയാണ്. നാവ് അത് പറയും. കാരണം എന്താ? നാവിൽ ഒരു പ്രമാണമുണ്ട്, പാപത്തിന്റെ ബലഹീനത നമ്മൾ. അതാ അതിന്റെ അർത്ഥം. നമ്മൾ ബലഹീനതയിലാണ്. പല പാപങ്ങളും അറിയാതെ ചെയ്തു പോകുന്നതാ, അല്ലെ? ചില വാക്കൊക്കെ അറിയാതെ പറഞ്ഞു പോകും. എന്താ? നാവിലൊരു പാപത്തിന്റെ പ്രമാണം കിടക്കുക. ആ പ്രമാണം നാവിനെ പാപം ചെയ്യിപ്പിക്കുകയാണ്. ഇത് ഒരു എക്സ്ക്യൂസ് ആയിട്ട് എടുക്കില്ല കേട്ടോ. ഉള്ള ചീത്ത എല്ലാ സഹോദരന്മാരെ വിളിച്ചിട്ട് അറിയാതെ പറഞ്ഞു പോയെന്ന് പറഞ്ഞു കളയരുത്. പക്ഷെ ഒരു ടെൻഡൻസി അതിനുണ്ട്. അത് ഞാൻ ഈ പറഞ്ഞതിന്റെ ആശയം. പൗലോസ് പറയുന്ന അതേ വാചകം, എന്റെ ശരീരത്തിൽ വേറൊരു പ്രമാണം ഞാൻ കാണുന്നു, അത് എന്റെ ആഗ്രഹമാകുന്നതിനോട് മത്സരിക്കുന്നു. ഓക്കെ. അപ്പൊ അത്തരം ഒരു ബലഹീനത, അത്തരം ഒരു അപമാനകരമായ അവസ്ഥ നമുക്കുണ്ട്. നമ്മുടെ കർത്താവ് യേശുക്രിസ്തു വന്നു കഴിയുമ്പോഴോ ശക്തിയിൽ നമുക്കൊരു ആത്മശരീരം കിട്ടും. എന്ന് പറഞ്ഞാൽ എന്താ? ഈ ബലഹീനതയില്ലാത്ത, അപമാനമില്ലാത്ത, തേജസ്സുള്ള ഒരു ശരീരം നമുക്ക് ലഭിക്കും. തേജസ്സുള്ള ശരീരം നമുക്ക് ലഭിക്കും. പിന്നെ പാപം കാണുവാൻ വേണ്ടി കണ്ണ് പോകത്തില്ല, പാപം കേൾക്കുവാൻ വേണ്ടി കാത് പോകത്തില്ല, പാപം സംസാരിക്കുവാൻ വേണ്ടി നാവ് ഉയരത്തില്ല. സ്തോത്രവും സ്തുതിയും ആരാധനയും ദൈവനാമ മഹത്വവും മാത്രമായിട്ട് നമ്മുടെ ശരീരം പൂർണ്ണമായി അതിനു വേണ്ടിയിട്ട് സമർപ്പിക്കപ്പെടും. ഇപ്പോഴും നമ്മൾ അങ്ങനെ തന്നെ സമർപ്പിക്കണം. നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കണം. യാഗമായി സമർപ്പിക്കുന്നില്ലെങ്കിൽ ഇത് അശുദ്ധിക്ക് വേണ്ടി സമർപ്പിക്കപ്പെടും. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞേക്കുന്നേ, അശുദ്ധിക്ക് വേണ്ടി ശരീരം സമർപ്പിക്കാതെ നന്മയ്ക്കായി, ആരാധനയ്ക്കായി സമർപ്പിക്കുക. ഇതിവിടുത്തെ ഉത്തരവാദിത്വമാണ്. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. പക്ഷെ നമ്മുടെ കർത്താവ് യേശുക്രിസ്തു വന്നു കഴിയുമ്പോൾ ഈ ബലഹീനമായ അവസ്ഥ പരിപൂർണമായി മാറുകയും, ഈ അപമാനകരമായ അവസ്ഥ പരിപൂർണമായി മാറുകയും, നമുക്ക് ശക്തി ലഭിക്കുകയും തേജസ് നാം ധരിക്കുകയും ചെയ്യും. പിന്നെ നമ്മെ പരാജയപ്പെടുത്തുവാൻ ഒരു പ്രമാണത്തിനും കഴിയത്തില്ല. പിന്നെ അപമാനം ഉണ്ടാവുകയില്ല. അപ്പോൾ 6ാമത്തെ കാര്യം, നമുക്ക് ശക്തിയുള്ള ഒരു ആത്മശരീരം കിട്ടും. വേഗത്തിൽ മുൻപോട്ട് പോകുന്നു. വെറും 4 മിനിറ്റുകൾ മാത്രം മുമ്പിലുള്ളത്. 6ാം അവസാനത്തെ ആശയം, 7ാമത്തെ ആശയത്തിന്റെ വാക്യം 43, 44. അദ്രവത്വത്തിൽ ഉയർക്കുന്നു, അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു,
തേജസ്സിൽ ഉയർക്കുന്നു, ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർക്കുന്നു, പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീക ശരീരം ഉയർക്കുന്നു. പ്രാകൃത ശരീരം ഉണ്ടെങ്കിൽ ആത്മീക ശരീരവും ഉണ്ട്. തേജസ്സിൽ ഉയർക്കുന്നു, തേജസ്സിനെ ധരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അവസാനമായി പറയുവാനായിട്ട് കഴിയുന്ന ഒരു കാര്യം, തേജസ്സുള്ള ഒരു ശരീരം നമുക്ക് ലഭിക്കും. ആദ്യ പിതാവായ ആദമനും ഹൗവയ്ക്കും ഏദൻ പറുദീസയിൽ അല്ലെങ്കിൽ ഏദൻ തോട്ടത്തിൽ ദൈവത്തോട് പാപം ചെയ്ത് കഴിക്കുവാൻ പാടില്ലാത്ത ആ വൃക്ഷഫലം കണ്ട് മോഹിച്ച് പറിച്ച് തിന്നപ്പോൾ അവർക്കുണ്ടായിരുന്ന ആ ദൈവികമായ തേജസ് നഷ്ടപ്പെട്ടു പോയി. അവർ നഗ്നരാണ് എന്നറിയുകയും പരസ്പരം നാണം തോന്നിയിട്ട് ഇലകൾ കൊണ്ട് മറയ്ക്കുന്ന, മരങ്ങൾക്കിടയിൽ ഒളിക്കുന്ന ഒരവസ്ഥ അവർക്ക് ഉണ്ടായിട്ടുണ്ട്. പ്രിയ സ്നേഹിതരെ, ആ തേജസ് തരാമെന്നല്ല, അതിനേക്കാൾ മഹത്വകരമായ, അതിനേക്കാൾ വിലയേറിയ യേശു ക്രിസ്തുവിന്റെ തേജസ്സിന് അനുരൂപമാകുന്ന ഒരു തേജസ് നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുവാനായിട്ട് പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം വാസ്തവമാണ്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവ് നമുക്ക് തീർച്ചയായും ലാഭകരം ആണ്. തേജസ്സുള്ള ഒരു ശരീരം നമുക്ക് ലഭിക്കുവാനായിട്ട് പോവുകയാണ്. ഞാനൊരു സെക്കൻഡ് പ്രിയ രാജു സഹോദരന് ഒരു പാട്ട് പാടുവാൻ വേണ്ടി, ഒരു പാട്ടിന്റെ 2-3 സ്റ്റാൻസ് പാടുവാൻ വേണ്ടി ഒരു അവസരം അദ്ദേഹത്തോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. പ്രിയ സഹോദരൻ നമുക്ക് വേണ്ടിയിട്ട് ഒരു ഗാനത്തിന്റെ, നമ്മളിപ്പോഴും പാടാറുള്ള ഒരു പാട്ടിന്റെ 1046 പാട്ടിന്റെ 2 സ്റ്റാൻസ് നമുക്ക് വേണ്ടിയിട്ട് പാടുന്നതാണ്. നമുക്ക് അദ്ദേഹത്തോട് ചേർന്ന് മൗനമായിട്ട് തന്നെ ആ ഗാനം ഒന്ന് ആലപിക്കാനായിട്ട് ശ്രമിക്കാം. ഓവർ ടു ബ്രദർ രാജു ബ്രദർ. തേജസ്സിലേശുവിൻ പൊന്മുഖം ഞാൻ കാണും, കാലമേറ്റം ആസന്നമേ. തേജസ്സിലേശുവിൻ പൊന്മുഖം ഞാൻ കാണും, കാലമേറ്റം ആസന്നമേ. അതെന്നാശയേ, അതെന്നാനന്ദമേ, അതൻ പ്രത്യാശയിൻ പ്രഭാതമേ. അതെന്നാശയേ, അതെന്നാനന്ദമേ, അതൻ പ്രത്യാശയിൻ പ്രഭാതമേ. ഇത്ര ഭാഗ്യമൻ ജീവിതത്തിനേകിയ പ്രാണപ്രിയനൻ പ്രമോദമേ. ഇത്ര ഭാഗ്യമൻ ജീവിതത്തിനേകിയ പ്രാണപ്രിയനൻ പ്രമോദമേ. അവനെൻ്റെ ഉപനിധി കാത്തിടും, വനമേഘത്തിലെന്നെ ചേർത്തിടും. അവനെൻ്റെ ഉപനിധി കാത്തിടും, വനമേഘത്തിലെന്നെ ചേർത്തിടും. തേജസ്സിലേശുവിൻ പൊന്മുഖം ഞാൻ കാണും, കാലമേറ്റം ആസന്നമേ. അതെന്നാശയേ, അതെന്നാനന്ദമേ, അതൻ പ്രത്യാശയിൻ പ്രഭാതമേ. അതെന്നാശയേ, അതെന്നാനന്ദമേ, അതൻ പ്രത്യാശയിൻ പ്രഭാതമേ. താങ്ക് യു ബ്രദർ. ദൈവമക്കളെ, തേജസ്സിൽ യേശുവിന്റെ പൊന്മുഖം നമ്മൾ ഓരോരുത്തരും കാണും. ആ കാലം ഏറ്റവും ആസന്നമാണ്. അതാണ് നമ്മുടെ ആശ, അതാണ് നമ്മുടെ ആനന്ദം, അതാണ് നമ്മുടെ പ്രത്യാശയുടെ പ്രഭാതം. ഇത്ര ഭാഗ്യം നമ്മുടെ ജീവിതത്തിലേക്കില്ല. പ്രാണപ്രിയൻ നമ്മുടെ പ്രമോദമായി മാറട്ടെ. നമ്മുടെ ഉപനിധി അവൻ അവസാനം വരെയും കാണും, അവസാനം വരെയും അവൻ നമ്മെ സൂക്ഷിക്കും. ആ വരവില്ല, കാഹളം ധ്വനിക്കുമ്പോൾ
കാഹളം ധ്വനിക്കുമ്പോൾ നമ്മെ വിട്ട് മൺമറഞ്ഞു പോയ നമ്മുടെ പ്രിയ സ്നേഹിതൻ ക്രിസ്തുവിൽ മരിച്ചവരൊക്കെയും ഉയർത്തെഴുന്നേൽക്കും. നമ്മൾ ഈ പറഞ്ഞ ഈ 7 സവിശേഷതകളുള്ള ശരീരം അവർ പ്രാപിക്കും. ജീവനോടെ ശേഷിക്കുന്നവരായ നമ്മൾ ഇതേ സ്വഭാവമുള്ള ഇതേ സവിശേഷതകളുള്ള ഒരു ശരീരം നമ്മൾ ധരിക്കുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ ക്രിസ്തുവിന്റെ വരവ് ക്രിസ്ത്യാനിക്ക് ലാഭകരമാണോ? നിസ്സംശയം പറയാം, ഇത് നമുക്ക് ലാഭകരം ആണ്. ഒരു വാക്ക് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പ്രിയ പിതാവായ ദൈവമേ, ഞങ്ങൾ അങ്ങയുടെ നാമത്തെ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. വളരെ ചുരുക്കം ദിവസങ്ങൾ മാത്രം ഇവിടെ ജീവിക്കുവാൻ അനുവാദമുള്ള ഞങ്ങൾക്ക് അങ്ങ് നൽകിയ മഹത്വകരമായ പ്രത്യാശയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്ന് ഞങ്ങൾ ബലഹീനതയിലും കഷ്ടത്തിലും പ്രയാസത്തിലും ദുഃഖത്തിലും രോഗത്തിലുമൊക്കെ ദിവസങ്ങൾ തള്ളി നീക്കുമ്പോൾ ഞങ്ങളുടെ കർത്താവ് വരുന്ന നാളിൽ ഇതെല്ലാം മാറും എന്ന് ഞങ്ങളെ കേൾപ്പിച്ചതിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ അവസ്ഥയ്ക്ക് മാറ്റം വരികയും ഇനി അതിനൊന്നും കീഴ്പ്പെടുത്തുവാൻ കഴിയാത്ത തേജസ്സുള്ള, ശക്തിയുള്ള, മഹത്വമുള്ള, ശക്തിയുള്ള, ബലഹീനതയില്ലാത്ത, അദ്രവത്വമുള്ള, അമർത്യത്വമുള്ള ഒരു ശരീരം ഞങ്ങൾക്ക് നൽകുകയും ചെയ്യും എന്ന് ഞങ്ങളെ പഠിപ്പിച്ചതിനായിട്ട് സ്തോത്രം. കർത്താവേ, ഈ പ്രത്യാശയിൽ അങ്ങേ ഞങ്ങളുടെ പ്രമോദമായി കണ്ടു ജീവിപ്പാൻ, അങ്ങിൽ ആനന്ദിക്കുവാൻ, ആ പ്രത്യാശയിൽ നിറഞ്ഞ് ഓരോ ദിവസവും അങ്ങേക്ക് വേണ്ടി അധ്വാനിക്കുവാൻ, ഞങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി അർപ്പിക്കുവാൻ അങ്ങ് ഞങ്ങൾ ഏവരെയും സഹായിക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വചനം കേട്ട എല്ലാവർക്കുമായിട്ട് നന്ദി പറയുന്നു. വചനം സംസാരിക്കുവാൻ അടിയനെ സഹായിച്ചതിനായി അങ്ങയുടെ നാമത്തെ സ്തുതിക്കുന്നു. അടിയനെ പ്രയോജനദാസനാണ്. അടിയന് പകരമായി അങ്ങ് സംസാരിച്ചുകൊണ്ടേയിരിക്കണം. ഞങ്ങൾ എല്ലാവരിലും ഈ വചനം പൂർണ്ണമായ ഫലം കണ്ട് അങ്ങയുടെ നാമത്തിന്റെ പുകഴ്ചയ്ക്കായി ജീവിക്കുവാൻ ഇടയാക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. SBS-നായി പ്രാർത്ഥിക്കുന്നു. ഈ സെന്ററിനെ കർത്താവ് സഹായിക്കണം. പ്രവർത്തനങ്ങളെല്ലാം കർത്താവ് ആദരിക്കണം. അവിടുത്തെ വചനത്തിൽ സത്യങ്ങൾ ആഴമായി മനസ്സിലാക്കുവാൻ തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങൾ സജീവമായി നടത്തി ദൈവമക്കളുടെ ഇടയിൽ ഒരു അനുഗ്രഹമായി തുടരുവാൻ, ചില ആത്മാക്കളെ ആദായപ്പെടുത്തുവാൻ കർത്താവ് കൃപ നൽകണം. നേർനിരയിലുള്ള എല്ലാ ഭക്തന്മാരെയും കർത്താവ് സഹായിക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേട്ട എല്ലാവർക്കുമായിട്ട് നന്ദി പറയുന്നു. അനുഗ്രഹം കർത്താവ് ചൊരിയണമേ. അങ്ങേക്കായി ജീവിപ്പാൻ ഞങ്ങൾ ഏവരെയും സഹായിക്കണമേ. മാനവും മഹത്വവും പുകഴ്ചയും അങ്ങേക്ക് അർപ്പിക്കുന്നു. രക്ഷിതാവിന്റെ നാമത്തിലാകയാൽ കൃപയോടെ സ്വീകരിക്കുമാറാകണമേ. ആമേൻ. എല്ലാവർക്കും നന്ദി. ദൈവം ഏവരെയും സഹായിക്കട്ടെ. ദൈവനാമം മാത്രം ഇന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ.